കാന്താര സിനിമ ഉണ്ടല്ലോ, ഭൂമി നീ കൊടുത്തോ എന്നിട്ട് നീ ദൈവത്തെ കൊണ്ടൊക്കെന്ന് പറയും. അപ്പൊ അത് ആ സമയത്ത് കലി തുള്ളുന്നുണ്ടല്ലോ. ആ തുള്ളിയിട്ട് ഇയാള് പറയുന്നതും കവടി നിരത്തി പറയുന്നതും എല്ലാം ഒന്നാണ്. മനുഷ്യന്റെ കാര്യം പറയാനാണോ എളുപ്പം, ദേവതയുടെ കാര്യം പറയാൻ? അല്ല, ദേവതയുടെ കാര്യം പറയാൻ കുറച്ച് റിസ്ക്കാണ്. ഞാൻ ഈ ഗ്രഹങ്ങളെ ഹിന്ദു ദൈവത്തിന്റെ കൺസെപ്റ്റ് മാറ്റി അതിനെ ക്രിസ്ത്യൻ ദൈവത്തിലേക്ക് മാറ്റും. ഇപ്പൊ വൃശ്ചികൻ രാശി യുവദാസിന്റെ കള്ളി എന്ന് പറയും. ഈ വർഗീസ് പുണ്യാളൻ എന്താ ചെയ്തോണ്ടിരിക്കണേ? പാമ്പിനെ എന്തുകൊണ്ട്? കുന്തം കൊണ്ട്. മുരുകൻ എന്താ ചെയ്യണ? കയ്യിലെന്തുള്ള വേല്, കുന്തം തന്നെയാണ്. പാമ്പ് എവിടെയാ? കുറ്റം പറയല്ലോ ചേട്ടനെന്ന് ഒരിക്കലും കുറ്റം പറഞ്ഞു. ഞാൻ പ്രേക്ഷകരോട് പറയണം, ജനങ്ങളോട് പറയണം, ഇവിടെ ഈ ബേസിക് നോളജ് അറിയില്ല. അത് മതി. ആൻസർ പറഞ്ഞ ഞാനാണ്. ചേട്ടൻ തെറ്റ് പറഞ്ഞാലും അത് ആൻസർ പറഞ്ഞ ഞാനല്ലേ. അപ്പോൾ എനിക്ക് വലിയൊരു സംശയമുള്ളത്, അത് നമ്മൾ ഇപ്പം ജ്യോതിഷത്തിനെ കുറിച്ചാണ് പറഞ്ഞു കൊണ്ടുപോയിരിക്കുന്നത്. ഗ്രഹങ്ങൾ എല്ലാം ഉണ്ട്. ഇപ്പം സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജ്യോതിഷം നോക്കാറുണ്ട്. വിവാഹം അങ്ങ് പറഞ്ഞ പോലെ ജോലി തടസ്സം ഒക്കെ മാറ്റും. അതിൻ്റെ ഇടയ്ക്ക് ബാക്കി അവർ പറയുന്ന മന്ത്രതന്ത്രങ്ങളൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും ദേവപ്രശ്നം എന്നുള്ളത് എന്നെ എപ്പോഴും അലട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ദേവപ്രശ്നം, ദേവൻ്റെ ഒരു പ്രശ്നം പറയുക എന്നുള്ളതാണ്. ഒരു മൂർത്തി, ഒരു അമ്പലത്തിലൊരു മൂർത്തിയുണ്ട്. മൂർത്തിക്ക് അനിഷ്ടങ്ങൾ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മളതെങ്ങനെ അറിയുമെന്ന് അറിയില്ല. അപ്പോൾ മേൽശാന്തിയോ അല്ലെങ്കിൽ തന്ത്രിയോ പൂജ ഏൽക്കുന്നുണ്ടോ ഏൽക്കുന്നില്ല, ഇതൊക്കെ ആണല്ലോ ഇതിൽ അറിയുന്നത്. എത്രത്തോളം ചൈതന്യമുണ്ട്, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. ആ ദേവത നമ്മളെ പ്രീതിയാണോ, നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ആ എനർജി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ദേവപ്രശ്നത്തിൻ്റെ ഒരു അങ്ങയുടെ കാഴ്ചപ്പാടിലാണേ കറക്റ്റ് എങ്ങനെ കാണുന്നു? അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഈ ദേവപ്രശ്നം എങ്ങനെയാണ്? തെറ്റോ ശരിയോ എന്നാണ്? അല്ല, ശരിയാണ്, ദേവപ്രശ്നം ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഭൂമിയിൽ 108 നക്ഷത്രങ്ങളും അതിനെക്കുറിച്ചും 12 കള്ളികളും രാശികളും 9 ഗ്രഹങ്ങളുമാണല്ലോ. എല്ലാത്തിനും ഈ ഭൂമിയിലുള്ള അടങ്ങിയ എല്ലാ വസ്തുവും, ട്യൂബ്, ലൈറ്റ്, ക്യാമറ, കിണ്ണം, പ്ലേറ്റ്, വെള്ളം, പുസ്തകം തുടങ്ങിയ എല്ലാത്തിനെയും ഗ്രഹങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റും. കറക്റ്റ്. അപ്പൊ ഈ ദൈവങ്ങളെയും ഗ്രഹങ്ങളിൽ ഉൾപ്പെടുത്താം. ദേവൻ എന്ന് പറഞ്ഞർത്ഥം തീയിൽ നിന്നും ഉണ്ട്. തേവനാണ്. തേവർ മടന്ന കേട്ടില്ലേ? തേവനാണ്. തേവൻ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞത്. മിത്രാത്മജം എന്നല്ല എന്റെ പേര്. മിത്രാത്മജം, ഹരിഹരാത്മജൻ, ഹരിഹരാത്മജൻ എന്ന് വന്നാൽ ഞാൻ ഇത് അടിവരായിട്ട് ഒപ്പിടുന്നു എന്നർത്ഥം. ഹരിഹരാത്മജം എന്ന് പറഞ്ഞാൽ ശിവന്റെയും മറ്റേ വിഷ്ണുവിന്റെയും പുത്രൻ. കറക്റ്റ്. അപ്പൊ മിത്രാത്മജം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. സോ അപ്പൊ തേവൻ എന്ന് പറഞ്ഞാൽ ഞാൻ സിഗ്നേച്ചറാണ്. തേവം അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. തീയവൻ, തീയിൽ നിന്നും ഉയർത്ത് എഴുന്നേറ്റവൻ എന്നാണ് ദേവന്റെ അർത്ഥം. ക്ലിയർ? നമ്മൾ അങ്ങനെയാണ് പോവുക. ഭാഷേനെ ഡീകോഡ് ചെയ്തിട്ടാണ് പോവുക. ഭാഷയാണ്, അതായത് ഉടുക്ക്, നാട്ടരാജ് ഉടുക്ക്, ദാറ്റ് മീൻസ് ഭാഷ, വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ, ഭാഷ എന്ന് പറഞ്ഞ വൈബ്രേഷൻ. നമ്മൾ വൈബ്രേഷൻ ഡീകോഡ് ആയിട്ട് എല്ലാം എടുക്കണം. ഇത് വെറുതെ തള്ളി മറിക്കുന്നതല്ല. അപ്പൊ തേവൻ നിന്ന് അഗ്നിയിൽ നിന്നുണ്ടായവന്മാരാണ് ദേവന്മാര്. അപ്പൊ അഗ്നിയിൽ നിന്നും ഉണ്ടായ ഒരു ശാസ്ത്രമുണ്ട്. വിഷ്ണു എന്ന് പറഞ്ഞ ഗ്രഹത്തിനെ സിംബോൾസ് ചെയ്യുന്ന ബുധൻ ഗ്രഹമാണ്. ഗുരു എന്ന് പറഞ്ഞ ഗ്രഹത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ന ദൈവങ്ങളാണ്. വേറൊരു ഗ്രഹത്തിന് ശുക്രനെ ചെയ്യുന്നത് ലക്ഷ്മികളും ദേവികളും ആണ്. ശനി എന്ന ഗ്രഹത്തിന് വലിയ മറ്റേ ശിവനെ പോലെയുള്ളവരും വലിയ മൂർത്തി, അതായത് പഴയ ദൈവങ്ങളുമാണ് മൂർത്തികൾ. അതുപോലെ തന്നെ ഓരോ രാഹു കേതു എന്ന് പറയുന്നത് പാമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഈ ദേവപ്രശ്നം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സിലബസ് വേറെ ഉണ്ട്. അത് ഈ ആസ്ട്രോളജി അല്ല, ആസ്ട്രോളജി തന്നെയാണത്. 12 രാശികളും എന്ന് തന്നെയാണ്. പക്ഷെ ആസ്ട്രോളജിയിൽ ജനങ്ങളുടെ ജീവിതം, ദുഃഖം, കടം, രോഗം എന്ന് നോക്കുമ്പോൾ അവിടെ ദൈവങ്ങള് അതിന്റെ ചൈതന്യം, എനർജി, ഫോഴ്സ്, ഇതിനെ കുറിച്ച് പഠിക്കും. അതൊരു സിലബസ് ആണ്. ഇപ്പോ 2-3 കൊല്ലമൊക്കെ പഠിക്കുന്ന ഒരു കോഴ്സുകളൊക്കെ പല സ്ഥലങ്ങളിലുണ്ട് ദേവപ്രശ്നം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ദേവപ്രശ്നം എന്ന് പറയുന്നത് ഉള്ളതാണ്. അപ്പൊ തൃശ്ശൂർ പൂരം നടക്കാണെങ്കിലും ഉത്സവങ്ങൾ നടക്കാണെങ്കിലും എല്ലാത്തിനും ആ പ്രശ്നം വെച്ചിട്ട് ആ പ്രശ്നത്തിൽ നിന്നാണ് പറയുക. കാന്താര സിനിമ ഉണ്ടല്ലോ, അതില് ആ പറയുന്നുണ്ട്, ഈ ഭൂമി നീ കൊടുത്തോ എന്നിട്ട് നീ ദൈവത്തെ കൊണ്ടൊക്കെന്ന് പറയും. അപ്പൊ അത് ആ സമയത്ത് കലി തുള്ളുന്നുണ്ടല്ലോ. ആ തുള്ളിയിട്ട് ഇയാള് പറയുന്നതും
കവടി നിരത്തി പറയുന്നതും എല്ലാം ഒന്നാണ്. എല്ലാം ഒന്നാണ്. അയാൾ അതിന്റെ വൈബ്രേഷൻ വേറെ അത് വായ കൊണ്ട് പറയുന്നു, ഇദ്ദേഹം കവടി വെച്ച് പറയുന്നു, കവടി നിരത്തി പറയുന്നു. ഇപ്പോൾ ദേവപ്രശ്നമുള്ളത് തന്നെയാണ്. ആ നമ്മൾ ഒരു മനുഷ്യന്റെ ഇത് ഇപ്പോൾ കവടി നിരത്തിയിട്ട് ഒരു മനുഷ്യന്റെ കാര്യം പറയുമ്പോൾ അത് മനുഷ്യനായിട്ട് കൺവേർട്ട് ചെയ്ത് അവന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയും. ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ദൈവങ്ങളെ കണക്ട് ചെയ്ത് പറയും. അത് ശരിക്കും മനുഷ്യന്റെ കാര്യം പറയാനാണോ എളുപ്പം, ദേവതയുടെ കാര്യം പറയാനാണോ എളുപ്പം? അല്ല, ദേവതയുടെ കാര്യം പറയാൻ കുറച്ച് റിസ്ക് ആണ്. അതിന് പഥ്യം, ഭക്ഷണം, ഇത് എല്ലാം ഉണ്ട്. പക്ഷെ ആസ്ട്രോളജിക്ക് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്റെ തിയറിക്ക് യാതൊരു പ്രശ്നമില്ല. രാഹുകാലം യമകണ്ഠമൊന്നുമില്ല. ഏത് പാചകത്തേക്കും ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് കാര്യം പറയാൻ പറ്റും. അല്ല, ഇപ്പം ഈ ദേവതയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമായിരിക്കും. അപ്പോൾ ഈ നൂറ്റാണ്ടുകൾ പഴക്കം ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തായിരിക്കും. അല്ല, അതങ്ങനെയല്ല. അതായത് ഗ്രഹനിലയിൽ തെളിയുന്നത് എന്താണോ അത് വെച്ചിട്ട് പറയുള്ളൂ. ഇപ്പൊ ഗുരു ശുക്രൻ ചേർച്ച, ഇപ്പൊ ഗ്രഹനില വെച്ചിട്ട് ഇവര് കണക്ക് കൂട്ടിട്ട് ക്ഷേത്രത്തിന്റെ പഴക്കമാണ്. അവിടുത്തെ പൂജാവിധിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായിരിക്കും. ഉദാഹരണം ഞാൻ പറയട്ടെ, ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ പറയല്ലോ നിങ്ങളുടെ കുലദൈവ ക്ഷേത്രം ദേവീക്ഷേത്രമാണ്, അതൊരു പുഴയുടെ നദിയുടെ തീരത്താണ് ഇരിക്കുന്നത്. ഞാൻ എങ്ങനെ പറയുന്നത്? എനിക്കുള്ള കഴിവുണ്ട്. ക്രിസ്ത്യൻസ് വരാണെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ പള്ളി മലയുടെ മുകളിലാണ്, പച്ച പെയിന്റ് അടിച്ചിട്ടുണ്ടായിരിക്കും, റൈറ്റ് സൈഡിൽ മാതാവിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. ഞാനെങ്ങനെ പറഞ്ഞത്? ലൈവ് പ്രൂഫ് അല്ലേ? നമ്മളിതൊക്കെ പറയാറുണ്ട്. മലയുടെ മുകളിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവക പള്ളി ഇന്നതാണെന്ന് പറയും. അതെങ്ങനെയാ തെളിയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രഹങ്ങൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ ഗ്രഹങ്ങളെ ഹിന്ദു ദൈവത്തിന്റെ കൺസെപ്റ്റ് മാറ്റി അതിനെ ക്രിസ്ത്യൻ ദൈവത്തിലേക്ക് മാറ്റും. മുസ്ലിംസിന്റെ ദൈവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എനിക്ക്. അവിടെ ഹിന്ദു ദൈവങ്ങളെ മാറ്റും. യേശുവിന്റെ 12 ശിഷ്യന്മാരായിട്ട് മാറ്റും. ഇപ്പൊ വൃശ്ചികൻ രാശി യൂദാസിന്റെ കള്ളി എന്ന് പറയും. ഇപ്പൊ വൃശ്ചികൻ രാശിയോടത്ത് ജനിച്ചത് ഞാൻ അവന് പറയും നിനക്ക് യൂദാസിന്റെ ബുദ്ധിയാണ്, നീ യൂദാസ് കള്ളനല്ല, യൂദാസ് ചിന്തിച്ചത് എനിക്ക് ബിസിനസ് ചെയ്യണമെന്നായിരുന്നു പണം കൊണ്ട്. യേശുവിനെ ഇപ്പൊ വിട്ട് കളയും എന്നായിരുന്നു ആള്, കൊല്ലുന്നുള്ള പ്ലാൻ ആൾക്കുണ്ടായിരുന്നില്ല. അതേപോലെ യൂദാസിന്റെ ബുദ്ധി ചെയ്യുന്നൊക്കെ മണ്ടത്തരായിരിക്കും. അപ്പൊ ഞാൻ പറയും നിനക്ക് യൂദാസിന്റെ ബുദ്ധി എന്ന് പറയും. നേരെ മിഥുന രാശിയാണെങ്കിൽ ഞാൻ പറയും തോമസിന്റെ ബുദ്ധിയാണ്, നിന്റെ വീട്ടിൽ അരട്ട പ്രസവിച്ചിട്ടുണ്ടായിരിക്കും, ലവ് മാരേജ് നടന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് അച്ഛനമ്മ ലവ് മാരേജ് ആണ്. ക്രിസ്ത്യൻസ് അപ്പൊ ഇതിനെ ക്രിസ്ത്യൻ ദൈവത്തിലേക്ക് മാറ്റും. സിമ്പിൾ ലോജിക്കാണത്. അപ്പൊ ക്രിസ്ത്യൻ ദൈവങ്ങളും ഗ്രഹങ്ങളെ ഏത് ദൈവങ്ങളെ റെപ്രസെന്റ് ചെയ്യുമെന്ന് പഠിച്ചാൽ മതി. നമുക്ക് പള്ളിയിൽ പോയിട്ട് കവടി നിർത്താം. ഇന്ന് ആനനെയും എഴുന്ന് വിളിക്കുന്നു, വെടിക്കെട്ടും പൊട്ടിക്കുമ്പോൾ നമുക്ക് നാളെ കവടി നിർത്താന്ന്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ലോജിക്ക്. ഇതിന് ആർക്ക് വേണമെങ്കിലും, ഈ ജ്യോതിഷത്തിന് ആർക്ക് വേണമെങ്കിലും ജനങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്ന ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആർക്കും പറ്റും. നാളെ ഇതേ സിസ്റ്റം പഠിക്കണം. ഓരോ ഗ്രഹങ്ങളും ഏത് ക്രിസ്ത്യൻ ദൈവത്തെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് പഠിക്കണം. ഇപ്പൊ രാഹു റിസർച്ച് പ്രധാന ഒരു റിസർച്ച് അതിലും ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗീവർഗീസ് പുണ്യാളൻ എന്താ ചെയ്തോണ്ടിരിക്കണേ? പാമ്പിനെ എന്തുകൊണ്ട്? കുന്തം കൊണ്ട് അല്ലെ? പാമ്പിനെ. മുരുകൻ എന്താ ചെയ്യണ? കയ്യിലെന്തുള്ള വേലി, കുന്തം തന്നെയാണ്. പാമ്പ് എവിടെയാ? കാലില് ചവിട്ടി പിടിച്ചേക്കല്ലേ? കുന്തം കൊണ്ട് കുത്തിയിട്ടില്ലെന്ന് മാത്രം. ഈ കുന്തം കൊണ്ട് എവിടെയാ കുത്തുന്ന ഈ ഗീവർഗീസ് പുണ്യാളൻ? പാമ്പിന്റെ വായില, നാക്കിലാണല്ലേ? നാക്ക് ഏത് ഗ്രഹമായിട്ട് വരും? രാഹു. അത് ആസ്ട്രോളജി പഠിക്കണം. അപ്പൊ നാക്ക് രാഹു ആണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇടവകപ്പള്ളി ഗീവർസ് പുണ്യാളനാണെന്ന് 5ാമത്തെ പള്ളിയിൽ രാഹു കണക്റ്റായാൽ, ചൊവ്വ കണക്റ്റായാൽ ഞാൻ പറയും ഗീവർസ് പുണ്യാളൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ അപ്പച്ചനെ മാമസം മുക്കിയത് ഗീവർസ് പുണ്യന്റെ പള്ളിയിലാണ് ഉറപ്പിച്ച് പറയും. തെറ്റാണെങ്കിൽ നമ്മൾ പറയൂല, കണ്ടുപിടിക്കാൻ പറ്റില്ല, കണ്ടുപിടിച്ച് പറയും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇപ്പം വളരെ രസകരമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാര്യം ഈ ഹിന്ദു നക്ഷത്രങ്ങളെ ക്രിസ്ത്യനിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു. ഈ ഇവിടെ കൺവെർഷൻ നടന്നിട്ടുണ്ട്, അറിയാലോ. ഇവിടെ ഭാരതത്തിലാരും പിന്നെ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഇല്ലായിരുന്നു. കൺവെർഷൻ പെട്ടാണ് വന്നത്. അവരുടെ ഒരു 5 തലമുറയ്ക്ക്, ഇപ്പം ഒരു പഴയ മരിച്ചുപോയി അദ്ദേഹം, പഴയ ഒരു മിനിസ്റ്റർ പറഞ്ഞു എൻ്റെ 3 തലമുറയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ 5 തലമുറയ്ക്ക് മുമ്പ് ഹിന്ദുക്കളായിരുന്നു. അപ്പൊ അവരിപ്പം ഓൾറെഡി ആ ഹിന്ദു ആചാരപ്രകാരം ജീവിച്ചു, ഇപ്പൊ ക്രിസ്ത്യനായിട്ട് ജീവിക്കുന്നു. അല്ലെങ്കിൽ ഹിന്ദുവായിട്ട് ജീവിച്ചതിന് ശേഷം അവർ കൺവെർഷനായി ഇസ്ലാമായി വരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവണത്? അല്ല, അവൻ ജനിച്ചത് മുതൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അവന്റെ അച്ഛൻ ആരായിരുന്നു, അച്ചാച്ചൻ ആരായിരുന്നു നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ല. DNA കണക്ഷൻ ഇല്ല. ആ DNA കണക്ഷൻ ഉണ്ട്. അച്ചാച്ചൻ എടുക്കാൻ പറ്റും നമുക്ക്. കൺവെർഷൻ ആയെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്കൊരു മതം, ഞാൻ പറഞ്ഞില്ലേ എല്ലാ മതവും ഒന്നാണെന്നാണ് ലോകം മുഴുവൻ പഠിപ്പിക്കുന്നത് അല്ലേ നമ്മളോട്. അപ്പൊ നമുക്ക് ക്രിസ്ത്യാനിറ്റി, നീ ഹിന്ദു ആയിരുന്നു അതുകൊണ്ട് നീ ക്രിസ്ത്യാനിറ്റി വന്നു അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറയേണ്ട കാര്യമില്ല. അവൻ ജനിച്ചത് മുതൽ അവൻ ഏത് തത്വമാണോ ഫോളോ ചെയ്യുന്നത് അതിന്റെ അച്ഛൻ, അതായത് ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനില, അപ്പൊ ജനിച്ചത് മുതലുള്ള ഗ്രഹനിലയിൽ അച്ഛനും അച്ചാച്ചനും ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ക്യാരക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ക്രിസ്ത്യാനിറ്റിയും കൺവെർട്ട് ആയതുകൊണ്ട് ഒരു പ്രശ്നം അവിടെ ഇല്ല. അവന് ജനിച്ചപ്പോൾ ഉള്ള ജാതകം നമ്മൾ നോക്കുക.
ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ ചേട്ടന്റെ ജാതകം എന്ന സാധനം ഇല്ലേ, ജാതകം അതെന്താണ്? എന്ത് ജാതകം? എന്ത് ജാതകം എന്ന് വെച്ചാൽ ജാതകം എന്ന സാധനം എന്താണ്? ഞാൻ ജനിക്കുന്ന സമയം എല്ലാം കൂടെ വെച്ചിട്ട് ഗണിച്ച് എഴുതിയിരിക്കുന്ന സംഭവം. എന്താണ് എഴുതിയിരിക്കുന്നത്? എന്റെ ഭാവി. തെറ്റി. ഭാവിയല്ലേ എഴുതിയിരിക്കുന്നത്? തെറ്റ്. ഈ 12 കള്ളി ഉണ്ടല്ലോ, അതിൽ ലാന്ന് ചെയ്തിട്ടുണ്ടാവും, ചിലതിൽ ഗൂന്ന് ചെയ്തിട്ടുണ്ടാവും, ചിലതിൽ മാന്ന് ചെയ്തിട്ടുണ്ടാവും, ചാന്ന് ചെയ്തിട്ടുണ്ടാവില്ലേ. ഇതെന്താണെന്നാണ് ചോദ്യം. ഗ്രഹങ്ങളാണോ? അത് ജനിച്ച സമയമാണോ? എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയില്ല. ഇവിടെയാണ് ഞാൻ കുറ്റം പറയല്ലോ ചേട്ടനൊന്നും ഒരിക്കലും കുറ്റം പറഞ്ഞോ. പ്രേക്ഷകരോട് പറയണം, ജനങ്ങളോട് പറയണം. ഇവിടെ ഈ ബേസിക് നോളജ് അറിയില്ല. 6 മാസമായിട്ട് ജ്യോതിഷം പഠിക്കുന്ന ഒരു വ്യക്തിയാ. അവനോട് ലഗ്നം എന്ന ലഗ്നം നിൽക്കുന്ന നക്ഷത്രമൊന്നും പഠിച്ചിട്ടില്ല. അതായത് 108 നക്ഷത്രപാദങ്ങൾ ഉണ്ടല്ലോ, 108 നക്ഷത്രപാദങ്ങൾ, 27 നക്ഷത്രം ഉണ്ടല്ലോ അല്ലെ? അത് വട്ടത്തിലാണ്, ചതുരത്തിലല്ല വട്ടത്തിലാണ് കേട്ടോ. നമ്മൾ വട്ടത്തിലാക്കി മാറ്റത് റൗണ്ടാക്കി മാറ്റും. നമ്മളത് റൗണ്ടാക്കി മാറ്റും. നമ്മുടെ ഫ്യൂച്ചറിലെല്ലാം പഠിപ്പിക്കുന്ന റൗണ്ടിലെ പഠിപ്പിക്കുക, ചതുരത്തിലല്ല പഠിപ്പിക്കുക. അപ്പൊ ഈ ലാ എന്ന് പറയുന്നതും ച എന്ന് പറയുന്നതും എല്ലാം ഈ ചേട്ട നക്ഷത്രം ഏതാ? ഉദാഹരണം എന്ന് പറഞ്ഞ പറഞ്ഞോ. അവിട്ടം നക്ഷത്രമാണല്ലോ. എന്തുകൊണ്ടാണ് ചേട്ടാ അവിട്ടം നക്ഷത്രമായി മാറിയത്? റിവേഴ്സിലാണ് ക്വസ്റ്റ്യൻ റിവേഴ്സിൽ ചോദിക്കുന്നത്. അവിട്ട നക്ഷത്രം എന്നാൽ എന്ത് എന്നല്ല ചോദ്യം. മനസ്സിലായി ചേട്ടൻ? എന്തുകൊണ്ട് അവിട്ട നക്ഷത്രമായി മാറി? ചന്ദ്രൻ അല്ല, ചന്ദ്രൻ എന്തുകൊണ്ട് ആ ദിവസം അവിട്ടായി മാറി എന്നാണ് ചോദ്യം. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഏത് നക്ഷത്രത്തിലാണോ ചേട്ടൻ ജനിക്കുന്ന സമയത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് ചേട്ടൻ ഔട്ടായി മാറി. കറക്റ്റ്? അങ്ങനെയാണ്. അതാണ് തിയറി. ഇപ്പൊ നമ്മള് കുറച്ച് ഒരു അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഇത്ര സമയം വരെ ഇന്ന നക്ഷത്രമായിരുന്നു. ചന്ദ്രൻ മാറി. ചന്ദ്രൻ മാറിയതുകൊണ്ട് ആ നക്ഷത്രം അതായി മാറും. കറക്റ്റ്? അങ്ങനെയാണ്. അതെ. പക്ഷെ കല്യാണം നോക്കുന്ന സമയത്ത് ചന്ദ്രനെയാണോ രാശിയാണോ നോക്കുക? നവാംശം എന്ന് പറഞ്ഞ സാധനമല്ല നോക്കുക. D9 ചാർട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? എന്നാൽ കേട്ടുള്ളൂ. കല്യാണം നോക്കുന്ന സമയത്ത് D9 എന്ന് പറയുന്ന ചാർട്ടും ലഗ്നവുമാണ് നോക്കുക. നമ്മുടെ ഒരു കളിയിൽ ല എന്ന് എഴുതിയിട്ടുണ്ടാവും, അതൊരു നക്ഷത്രത്തിലാണ്. നമ്മുടെ കളിയിൽ മാ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതൊരു നക്ഷത്രത്തിലാണ്. നക്ഷത്രത്തിൽ ഈ ശനി ഗ്രഹം ഏത് നക്ഷത്രത്തിലാണോ അന്ന് ജനിക്കുമ്പോൾ ഉണ്ടായത് ആ കള്ളിയിലാണ് മാന്ന് എഴുതുക. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം നമ്മൾ ചോദിച്ചു വന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഒരുപാട് മാറി. ഈ പറഞ്ഞ മറ്റൊരു തലമുറയ്ക്ക് മുന്നേ അയാൾ ഹിന്ദു ആയിരുന്നു. ഇപ്പൊ വരുമ്പോൾ അതായത് ഈ ടൈം മാത്രമാണ് നോക്കുന്നത്. കറക്റ്റ്. അവൻ ജനിച്ച സമയത്തുള്ള അവന്റെ ഗ്രഹനില, തലമുറ എന്താണെന്ന് നോക്കേണ്ട. തലമുറ നോക്കാൻ പറ്റില്ല. തലമുറ നോക്കണമെങ്കിൽ ഗ്രഹങ്ങളാണ് സംസാരിക്കുക. അച്ഛനെ കണ്ടുപിടിക്കാൻ സൂര്യനെ നോക്കണം, അച്ഛനെ കണ്ടുപിടിക്കാൻ 9ാമത്തെ കള്ളി നോക്കണം, 9. അപ്പൊ അച്ഛന്റെ തലമുറ കണ്ടുപിടിക്കണം, 10ാമത്തെ കള്ളി നോക്കണം. അങ്ങനെയാണ് ഇതിന്റെ ഡീകോഡ് ചെയ്ത് എടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ദേവപ്രശ്നം തുടങ്ങിയാണ് ഇങ്ങനെ എത്തിയത്. അപ്പൊ ദേവന്റെ വിഷയമാണ്. അതെ, ഞാൻ അതുകൂടി കൺക്ലൂഡ് ചെയ്യും. അപ്പൊ ഇപ്പൊ ഒരാൾ കവിടി നിരത്തി ജാതകം നോക്കുകയാണെങ്കിലും ജാതകം നോക്കുമ്പോൾ ഗ്രഹങ്ങൾ നോക്കുന്നില്ലേ, ആ ഗ്രഹങ്ങളെ കമ്പിട്ട് ദൈവങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യും, 9 ദൈവങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ ആ ദൈവങ്ങൾ നിൽക്കുന്ന പൊസിഷൻ ഇപ്പൊ ഓരോ കള്ളിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. മേടത്തിന് ഇന്ന കള്ളി, ഇതിന് നീച്ചം ഉച്ചം എന്നൊക്കെ ഉണ്ട്, നീച്ചരാശി ഉച്ചരാശി എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ഗുരു ജൂൺ 2-ാം തീയതി എവിടേക്ക് പോണേ? ചന്ദ്രൻ കർക്കിടകത്തിലേക്ക്, ഗുരു മിഥുനത്തിൽ നിന്ന് വരും. അപ്പൊ എല്ലാവരും അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് വരും. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഗുരു എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ സ്വന്തം വീട് എന്ന് പറയും. നമുക്ക് സ്വന്തം വീട്, വാടക വീടുണ്ടാവും. അപ്പൊ സ്വന്തം വീടാണ് ചന്ദ്രൻ കർക്കിടകം എന്ന സ്ഥലം. അപ്പൊ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനം ഉണ്ടാവില്ലേ. അപ്പൊ ഗുരുവിനെ റെപ്രസെന്റ് ജോലി ചെയ്യുന്നവരും ഗുരു പോസിറ്റീവായ ആളുകൾക്ക് സന്തോഷവും സമാധാനം കിട്ടും. ഇതാണ് ഇതിന്റെ ലോജിക്ക്. മനസ്സിലായി? അത്രേ ഉള്ളൂ ഇതിന്റെ തിയറി. പക്ഷെ അത് കറക്റ്റ് ആണ്. ഈ ദേവപ്രശ്നത്തിൽ എങ്ങനെയാണ് ദേവന്റെ ഹിതം മനസ്സിലാക്കുന്നത്? അതേ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു അമ്പലം പറയും, ഒരു ദൈവം പറയും, ഏതെങ്കിലും മഹാവിഷ്ണുവിനെ ഗണിക്കുന്ന ഗ്രഹം ഗുരുവിനെ എടുത്തിട്ടാണ് മഹാവിഷ്ണുവിനെ ഗണിക്കുക. അപ്പൊ ഒരു രാശി പറഞ്ഞ, ഏതെങ്കിലും ഒരു രാശി പറഞ്ഞ രാശി കുംഭം. അപ്പൊ കുംഭത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഇന്ന് അമ്പലം. ഇത് അമ്പലം മതി. ആൻസർ പറഞ്ഞ ഞാനാണ്. ചേട്ടൻ തെറ്റ് പറഞ്ഞാലും അത് ആൻസർ പറഞ്ഞ ഞാനല്ലേ. അതല്ല എനിക്ക് വേണമെങ്കിൽ കാണാപ്പടം ചെയ്തിട്ട് വരുന്നല്ലോ. അതിനനുസരിച്ച് ഞാൻ ആൻസർ തരും. ഇത് അമ്പലാണ്, ഇത് മഹാവിഷ്ണുവിന്റെ അമ്പലമാണ്. കറക്റ്റ്. ഇവിടെ ഇത് അന്യമുടിഞ്ഞ് എനിക്ക് എടുക്കണം, ആരും ശ്രദ്ധിക്കാനായിട്ട് എടുക്കുക. അപ്പൊ ഞാനാണ് ദേവപ്രശ്നം നോക്കുന്ന ആള്. ദേവപ്രശ്നം നോക്കുന്ന സമയത്ത് കള്ളി ഇന്നത്തെ ഗോചാരത്തിലുള്ള ഗ്രഹങ്ങളും ഈ സമയം ഞാൻ വന്ന സമയവും ദേവന്റെ സമയവും നോക്കിയിട്ട് രാശിപ്പലകയിൽ കബഡി നിർത്തും. ഈ കബഡി നിർത്തിയിട്ട് കുംഭത്തിലാണ് ഗുരു ഇരിക്കുന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഇപ്പൊ ഗുരു. അപ്പൊ കുംഭം എന്ന് പറഞ്ഞാൽ എന്താ?
കുംഭം എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ഉണ്ട്. ഒന്ന് കുംഭത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒഴുകി വരുന്ന അതെ അല്ലെ. ഇതിന് 2 ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. കുംഭത്തിന്റെ നെഗറ്റീവ് എന്താണെന്നറിയോ? കുംഭം കുന്തം പോയാൽ കുടത്തിലും തപ്പുന്നൊരു പഴഞ്ചൊല്ലില്ലേ, കുടം കുംഭമാണ് അല്ലെ, ഹൈഡ് ചെയ്തിരിക്കുന്ന അർത്ഥം വരും. അപ്പൊ ദേവൻ നെഗറ്റീവായി ഇരിക്കുന്ന അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ പറയുന്നത് കുംഭത്തിന്റെ ഉള്ളിൽ, അതായത് ഹൈഡ് ചെയ്ത് ദൈവം ഇരുട്ടറയിൽ വെളിച്ചമില്ലാതെ, തിരി കത്തിക്കാതെ, വെളിച്ചമില്ലാതെ, ആരും കാണാതെ, ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ദൈവം ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ക്ലിയർ ആയ ലോജിക്ക് മനസ്സിലായ? ഇങ്ങനെയാണ് കണ്ടന്റ് എടുക്കുന്നത്. അപ്പൊ കുംഭത്തിൽ ഇരിക്കുമ്പോ കുംഭം നെഗറ്റീവ് ആണെങ്കിൽ, നേരെ പോസിറ്റീവ് ആണെങ്കിലോ, ഈ ദൈവത്തെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദൈവത്തെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒഴുകി വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിനെ നമ്മൾ പോസിറ്റീവ് ആക്കണം. അപ്പൊ നമ്മൾ പറയും, അപ്പൊ കുംഭാഭിഷേകം ചെയ്യാൻ പറയും. കുംഭത്തിലാണല്ലോ ഇരിക്കണേ. അപ്പൊ കുംഭത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കുംഭാഭിഷേകങ്ങള്, അതിനുള്ള ആരാധനകൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇവിടെ ഞാനാണല്ലോ പൂജാരി, ഞാനാണല്ലോ ദേവപ്രശ്നം നോക്കുന്നത്, നിങ്ങളാണ് അമ്പലത്തിലെ പൂജാരി. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കുംഭവുമായി ബന്ധപ്പെട്ട് മന്ത്രങ്ങളും തന്ത്രങ്ങളും, കുംഭരാശിയിൽ ഇപ്പോ രാഹു നിൽക്കുന്നുണ്ട് അല്ലെ, ഇപ്പൊ രാഹു കുംഭത്തിലാണ്. അപ്പൊ രാഹുവിന്റെ മന്ത്രങ്ങളും തന്ത്രങ്ങളും കുംഭത്തിന് വേണ്ടിയിട്ട്, വിഷ്ണുവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് കുംഭം ആക്ടിവേറ്റ് ആവും. അത് ഹൈഡായത്, ഇരുട്ടറയിൽ ഹൈഡായിട്ടിരിക്കുന്ന കുംഭത്തിന്റെ ഉള്ളിൽ നിന്നും അത് പുറത്തേക്ക് ഒഴുകി വരും. അപ്പൊ നെഗറ്റീവും പോസിറ്റീവും ഒരേ കളിയിൽ തന്നെയാണുള്ളത്. കുംഭത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു, മന്ത്രങ്ങൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കുംഭത്തിൽ നിന്ന് അത് പുറത്തേക്ക് വരും. അപ്പോൾ ഒരുപാട് വരും. അപ്പൊ നമുക്ക് പറയാം, ഈ ദൈവം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ കണ്ണു തുറന്നാൽ പിന്നെ സമ്പൽ സമൃദ്ധി ആയിരിക്കും. ഇങ്ങനെയാണ് ഈ തിയറി എടുക്കുന്നത്. ഇത് ഞാൻ കാണാപ്പുറം പഠിച്ചല്ല, ചേട്ടനെ കൊണ്ട് ചോദിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ഏത് കള്ളി പറഞ്ഞാലും ഞാൻ അത് പറയും. മനസ്സിലായി. എനിക്ക് ഞാനത് പഠിച്ചിട്ടല്ല ഇരിക്കുന്നത്, അതാണ് പറയും. പ്രേക്ഷകർ കേൾക്കുമ്പോൾ അവന് കുംഭത്തിലെന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ പറയാണ്, എൻ്റെ അടുത്ത് പറയാണ്, നമ്മുടെ മിഥുനത്തിലാണ് ഉദാഹരണം, മിഥുനത്തിൽ പറഞ്ഞിരിക്കുക. അപ്പൊ മിഥുനത്തിലാണ് ഗുരു ഗ്രഹം ഇരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? വിഷ്ണു എന്ന് പറയുന്ന ഗ്രഹം. ഇപ്പൊ ഗ്രഹത്തിന് ശുക്രനും ഗുരും കൂടി ഒരുമിച്ചിരുന്നാൽ മാറും, ലക്ഷ്മി. അപ്പൊ നമ്മൾ പറയും, ഇപ്പൊ ശുക്രനും ഗുരും കൂടി മിഥുനത്തിലിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് പറയും? ഈ വിഷ്ണുവ് സ്പ്ലിറ്റ് ആയിട്ടിരിക്കുകയാണ്, 2 കഷ്ണമായിട്ടിരിക്കുകയാണ്. ആരും ഇവിടുന്ന് എനർജി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്, മറ്റൊരു അമ്പലത്തിലും ഇതിന്റെ എനർജി കണക്ഷൻ ഉണ്ട്. ഇവിടെ ദേവിയും വിഷ്ണുവും ഉണ്ട്, അതായത് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശുക്രൻ. അപ്പൊ ശുക്രന് ഗുരു ഉള്ളത് കൊണ്ട് അത് ദേവിയും വിഷ്ണു 2 പേരും ഇവിടെ ഉണ്ട്. ഇതിന് 2നും വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഓരോ കള്ളിയിലെ ഗുരു എവിടെയാണോ നിൽക്കുന്നത് അത് വെച്ചിട്ട് വിഷ്ണുവിനെ കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുന്ന അർത്ഥം.